സ്വാധീനം എത്തിയ ഒരു വ്യക്തിയാണ്. അതുപോലെ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് തന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. So let us welcome on to the stage our very dearest അഖിൽ മാര. ഒരു നല്ല കൈയടിയൊക്കെ കൊടുക്കാട്ടോ പ്ലീസ്. യെസ് അഖിൽ ചേട്ടാ എങ്ങനെയുണ്ട്? ഒരു അടുത്തൊരു പരിപാടിക്ക് പോകണം, അതുകൊണ്ടായിരിക്കും എന്നെ ആദ്യം വിളിച്ചത്. സന്തോഷം. അഭിലാഷ് 2019 വൈറ്റിലെ ഷോസിൽ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുമതിയോളൊരു കഥ. 10,000-കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന, സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ ഒരു 10 തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന, നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് അഭിലാഷിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരുമഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ. അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജനോട് പൂർണ്ണമായും നീതി പുലർത്തിയ ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മനോഹരമായ മിക്സിങ്, അത്രയും മനോഹരമായ ഒരു സൗണ്ട് എഫക്ട്സിൻ്റെ ഇമ്പാക്റ്റ് സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് ബിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടി കഴിഞ്ഞാൽ ഈ സുമതിയുള്ള ഒരു സൂപ്പർ ഹിറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാളികപ്പുറത്തിന് ശേഷം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ജോണർ ചെയ്യുന്ന വിഷ്ണുവിനൊപ്പം വിഷ്ണുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട മുരളിച്ചേട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. അതിഗംഭീരമായൊരു വിജയമായി മാറട്ടെ. മലയാള സിനിമയുടെ പ്രതിസന്ധികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെ സംരക്ഷിക്കാൻ സുമതി വളവിൻ്റെ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. തിരക്കിനിടയിലും ഇവിടെ വന്നിരുന്നതിന് ഏറ്റവും വലിയ താങ്ക്സ്. അതെ, കൃത്യം 6 മണിക്ക് എത്തി, അത് പറയേണ്ട കാര്യമാണ്. സീനിയർ താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ തിരക്കുണ്ട്, വേറെ ഇവിടെ പോകാനുണ്ടെന്ന് അറിയാം. ഓൾ ദി ബെസ്റ്റ്. അത് ഇവിടെ 2 പരിപാടികൾക്ക് പോകാൻ നിൽക്കുന്ന ഒരാളല്ല, ഇവിടെ 2-3 പേര് ഇതുപോലെ ഇന്നത്തെ ദിവസം 2-3 പരിപാടികൾക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതുവരെ നമ്മളുടെ ഗസ്റ്റിനൊക്കെ സംസാരിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളുടെ സുമതി വളവിലെ ട്രെയിലർ കണ്ടു. അപ്പോൾ ഈ സുമതി വളവിലെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സോങ് നമുക്ക് കാണാം. Let's watch the party for us all. So all many people, let us have all your eyes on to the digital screen, please. ഒരു സോങ് കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ ഈ സമയം അധികം സമയം കളയാതെ തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് yet another gorgeous heroine from this movie, Miss Malavika Manoj. Can you join with us? And also മാളവികയോടൊപ്പം തന്നെ നമ്മളുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു നായികയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ വെരി ഡിയറസ്റ്റ് ശിവത. May I humbly request you to kindly join with us on the stage, please. Hi മാളവിക. Hi. അടിപൊളിയായിട്ടുണ്ട് ബ്ലാക്ക് സാരിയിലേക്ക് അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് ഇരിക്കാം അല്ലേ? യെസ്. അപ്പോൾ വി ആർ ലൈക്ക് ഓൾ യേഴ്സ് ഫോർ യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ്. ആക്ച്വലി ടീം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ് എനിക്ക്. അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജുൻ ചേട്ടൻ്റെ പെയറായി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദ് ശ്രീബാല എന്ന പടത്തിൽ അഭിയേട്ടൻ്റെ മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഫിലിം സെയിം ടീം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എവിടെ ആണോ? ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പറയേണ്ടത് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നതിന്. ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. വിഷ്ണു, അഭി, മുരളിച്ചേട്ടാ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ലേ, അവിടുത്തെ ഒരാളെ കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. 1-ാം തീയതി റിലീസാവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങളുടെ ഈ ടീമിനെയും ഞങ്ങളുടെ ഈ സിനിമേനെയും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.
Thank you so much. And yes, the both of you may now take back your seats. Thank you so much and all the best to you. And yes, നമുക്കിവിടെ വേറൊരു പച്ച കളർ സാരിയിൽ വളരെ സുന്ദരിയായിട്ട് ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. Let's invite Sijo Rose. And ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ഈ സിനിമയുടെ എല്ലാ ഭാഗത്തിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉള്ള മറ്റൊരു വ്യക്തിയുണ്ട്, നമ്മുടെ മലയാളികളുടെ സ്വന്തം GP. May I humbly request you to kindly join with us, GP, please. GP ഇവിടെ ഉണ്ടായിരുന്നല്ലോ. Yes, GP, please. So yes, Sijo. Good evening. Hi. ട്രെയിലർ പാട്ട് പോയി കണ്ടോ? ഇഷ്ടമായോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓഗസ്റ്റ് 1 നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്, മുരളി ചേട്ടൻ ആൻഡ് ഗോപാലൻ സർ. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി we could do it the best. And also to all the crew members, Vishnu and Abhichatan, Abhilashan, അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം. ഈ ഒരു ക്യാരക്ടർ എനിക്ക് they have given me an idea about it and I could do it my best because of them. എന്തായാലും thank you so much to Lulu for giving us this opportunity as well. എന്തായാലും yeah, that's all. Very grateful to be part of this movie. And all the very best to Sijo. And yes, GP, ഇത് GPയുടെ സിനിമകൾ GP തന്നെ ഇങ്ങനെ വളരെ കോൺഫിഡൻറ്റ് എക്സൈറ്റഡ് ആയിട്ട് സിനിമ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? ആഫ്റ്റർ വെഡിങ് ആണ്, അല്ലെങ്കിൽ വി ഹാവ് ഓൾ സീൻ എങ്ങനെയാണ് GP ഗോപികനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത്. സോ യെസ്, വി ആർ ഓൾ എക്സൈറ്റഡ് ഫോർ യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ഗോപിക മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലമെൻറ്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പോപ്കോണൊക്കെ തിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പോൾ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളിച്ചേട്ടനാണെങ്കിലും ഗോകുലമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈകുണ്ഠപുരമല്ലോ എന്നുള്ള ആ സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിൽ സിനിമ ചെയ്യുന്ന 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറേ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമാ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടി കയറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കേണ്ട കാര്യമാണെങ്കിലും സെൻസർ ബോർഡിൻ്റെ സമയത്താണെങ്കിലും എല്ലാ സമയത്തും
ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളെ. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കൈയടി നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. Thanks, Sachin. And like, we could have expected an even better wish. അത് ഓരോ വാക്കും ഇനി ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. Thank you so much. Can you take back your seats? And yes, പറഞ്ഞതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ചിത്രത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ എല്ലാവരും കണ്ട് ഒരു 2 ഇടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ let us invite on the stage Mr. Boni Kurian. Kindly join with us on the stage, please. എല്ലാവർക്കും നമസ്കാരം. എന്താ ഞാൻ പറയണ്ടേ? അല്ല, ചേട്ടന് സന്തോഷം പറയാം. ഈ സുമതി വളവിനെ പറ്റിയിട്ട് എന്താണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. താങ്ക് യു. ഞാൻ എൻ്റെ പണി എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച പടമാണ് സുമതിയുള്ളത്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. SI ബെഞ്ചമിൻ. ഞാൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററിൽ കാണാം. എല്ലാവരും സിനിമ കാണണം, ഒരു ഗംഭീര വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പറയാൻ ഒരുപാടുണ്ട്. ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ, അഭിലാഷ്, വിഷ്ണു, എൻ്റെ കൂടെ അഭിനയിച്ച ഇതിൻ്റെ ഹീറോ അർജുൻ, ഇല്ല പറയില്ല, ബാലു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം, എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം, എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. രഞ്ജിൻ, താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ മ്യൂസിക്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ശേഷം സ്ക്രീനിൽ. താങ്ക് യു. Thank you so much, sir. All the very best to you. And yes, അപ്പോൾ നമ്മളെല്ലാവർക്കും നമ്മുടെ കൊച്ചിക്കാരുടെ എല്ലാവരുടെയും വേറെ പ്രിയപ്പെട്ട ഒരു ആക്ടറാണ്. അർജുൻ ചേട്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് let us invite on the stage of very dearest Balu Varghese, please. കൊച്ചിക്കാര് ഏറ്റവും മനസ്സറിഞ്ഞ് നൽകുന്നതാണ്. സോറി ദാറ്റ് ഐ ആം യൂസിങ് മൈ ലെഫ്റ്റ് ഹാൻഡ്. സോ യെസ്, ഹലോ. ഇതാണ് മാർക്ക്. ഓക്കെ, താങ്ക് യു. സോ സുമതി വളവ് വളരെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോൺസർട്ട് മിനിറ്റും അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഇതിനെ നെഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷിപ്രേതം അതിനകത്തൊരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു അഫെക്ഷൻ ഉണ്ട്. വെള്ളസാരിയെ കൊടുത്തിട്ട് ചേച്ചി ഒരു സിനിമ അതിനകത്തൊരു വേറെ പേടിയുണ്ട്. ആ സുഖമല്ല, ആ പ്രേതത്തിന്റെ സുഖം. ചേട്ടാ കാമോൺ. അപ്പം അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഇന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എത്തിയത്. അപ്പം ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടിരിക്കുന്ന ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ളപ്പോൾ, ഇത്രയും സൗണ്ടിങ്ങും ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ സിനിമ പറയുന്ന ഒരു 90s, ഒരു ലേറ്റ് 80s 90s സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമോട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസിനൊക്കെ ചെയ്തേക്കണ ശങ്കർ സാറാണ്. അപ്പോൾ അത്രയും രസമായിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്, നല്ല രസമുള്ള സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ്മെൻ്റ് ഒരു അടിപൊളി സിനിമ തന്നെയായിരിക്കും സുമതി വളവ്. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പടം റിലീസ്. എന്തായാലും പോയി കാണണം. താങ്ക് യു. excellent visual treat ആയിരിക്കും. Okay, thank you so much. All the very best to you once again. So yes, അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഈ ഒരു സിനിമ ഒരാളുടെ ആഗ്രഹമായിരുന്നു. ആ ഒരാൾ എത്രയോ കാലങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് again, നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് സിനിമാ പ്രേമികളുണ്ടാകും, സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ആ ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു നാള് ആ ഒരു സ്വപ്നം ഉറപ്പായിട്ടും സഫലമാകും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന, എപ്പോഴും നമ്മളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകനാണ്. ആൻഡ് വെരി ഡിയറസ്റ്റ് അഭിയേട്ടൻ. യെസ്,
Abhilash Pillai onto the stage. കുറച്ചുകൂടെ കൈയടിയൊക്കെ എടുക്കട്ടെ. എവിടെ എനർജി കൊച്ചേ. ചേട്ടാ ഏറ്റവും ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സുമതി വളവ് നമ്മളുടെ വീണ്ടും ആ ഒരു ഹിറ്റ് മേക്കേഴ്സിന്റെ ആ ടീമിൽ നിന്ന് വരികയാണ്. പക്ഷെ ഏറ്റവും അധികം വളരെ കൗതുകമായിട്ട് മനസ്സിൽ വന്നിരുന്ന ഒരു കാര്യം, അതായത് സുമതി വളവ് അങ്ങ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ കൊച്ചിയിൽ നമ്മളുടെ ഇവിടെ ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. വയനാട് പോയാൽ ലക്കിടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ താമരശ്ശേരി ചുരത്തിലും ഇതുപോലെ കഥകൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുമതി വളവ് എടുക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. നീ ഈ സ്ഥലത്തിനൊക്കെ ഡീറ്റെയിൽ പറയണേ. അടുത്ത 3 സിനിമയ്ക്കുള്ള കഥയായി. ഫസ്റ്റ് ഓഫ് ഓൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു പേരാണ് സുമതി വളവ്. പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞിരിക്കുന്ന യക്ഷിയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊടുത്താൽ നന്നാവുമെന്ന് ഏകദേശം ഒരു 6 വർഷം മുന്നേ ഒരു ആഗ്രഹം തോന്നി. അന്ന് ആ ആഗ്രഹം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി പറഞ്ഞത് സത്യമാണ്. പണ്ട് അഖിലും വന്ന് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 6 വർഷത്തിന് ശേഷം ഇപ്പം ആ സിനിമ ചെയ്യാൻ പറ്റുകയും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ അതിൻ്റെ ട്രെയിലർ കാണിക്കാൻ പറ്റുമ്പോഴും സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിന് കാരണം ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ആ സ്വപ്നം എൻ്റെ കൂടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത വിഷ്ണു. മാളികപ്പുറം ചെയ്യുന്നതിന് മുന്നേ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ ഒരു വലിയ മുതൽ മുടക്കിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അന്ന് ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവാത്തൊരവസ്ഥയാണ്. കാരണം അന്ന് ഞങ്ങൾ സിനിമ പ്രൂവ് ചെയ്തിട്ടില്ല, സിനിമ ചെയ്തിട്ടില്ല. പിന്നെ മാളികപ്പുറത്തിന് ശേഷം ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അന്നൊരു 4 കോടി 5 കോടി രൂപ ചെയ്യാൻ തീരുമാനിച്ച സിനിമ ഇന്നൊരു 15 കോടി രൂപ ബഡ്ജറ്റിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് വന്ന മുരളിച്ചേട്ടനോട് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളൊപ്പം എത്തിയ തിങ് സ്റ്റുഡിയോസിനും അതേപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയ്ക്ക് ഞാനുണ്ട് കൂടെ എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന ഗോകുലം ഗോപാലൻ സാറിനോടും അതിന് കാരണക്കാരായ കൃഷ്ണമൂർത്തി ചേട്ടനോടും സുഹിത്തേനോടും ഒക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സ്റ്റേജിൽ നിന്നാൽ ഒറ്റയ്ക്ക് നിന്നാൽ അത് പൂർത്തിയാവില്ല. തീർച്ചയായിട്ടും എൻ്റെ ഇടതും വലതും എൻ്റെ കൂടപ്പിറപ്പുകളായി ഞാൻ സിനിമയിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളാണ് അവരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മാളികപ്പുറത്തിൻ്റെ പേരിനോട് ചേർത്ത് വായിക്കേണ്ട 2 ആളുകളുണ്ട്. അവരും കൂടെ വന്നാൽ മാത്രമേ ആ വേദി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഞാൻ നിന്റെ അനുഭവത്തോട് ഞാൻ അവരെ വിളിക്കുകയാണ്. വിഷ്ണു വാടാ, രഞ്ജ വാ. ഒരു നിറഞ്ഞ കയ്യടിയോട് തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം. Joining with us we have got Vishnu Shankar and Ranjan Raj. ഇവരിങ്ങനെ ഇടതും വലതും നിൽക്കുമ്പോൾ എനിക്ക് എന്തും എഴുതാൻ ധൈര്യമാണ്. കാരണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ എന്ത് കഥ പറഞ്ഞാലും ചേട്ടാ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് ഒരു ധൈര്യം തരുന്ന വിഷ്ണു. ഇനി എന്തൊക്കെ ചെയ്തു വെച്ചാലും ഞാനത് മ്യൂസിക് ചെയ്ത് നന്നാക്കിക്കോളാം എന്ന് പറയുന്ന രഞ്ജൻ രാജു. എന്താ ഇവരോടും ബ്ലാക്ക് ഇടാൻ പറയാം, കേട്ടില്ല. ഇപ്പം മാളികപ്പുറം കഴിഞ്ഞ് സുമതിയോളം വന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഇടാൻ അല്ല, പ്രേതൊക്കെയില്ല, വെള്ളയല്ലേ വേണ്ട. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് വളരെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ച എപ്പോഴും ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അച്ഛൻ ഒരു ഹാർട്ടിൻ്റെ സർജറി ഞാൻ ICUവിലാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അച്ഛനാണ്. പക്ഷേ ഈ ഒരു സിനിമ അച്ഛനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കാണണം, അവിടെ അച്ഛൻ്റെ സർജറി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഈ സിനിമ റിലീസിന് മുന്നേ അത് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അപ്പായി നമ്മൾ ഈ സിനിമ കാണിക്കുമെന്ന് വാശിക്ക് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അച്ഛനെ സിനിമ കാണാൻ എൻ്റെ കൂടെ നിന്ന വിഷ്ണുവിനും രഞ്ജനും മുരളിച്ചേട്ടനും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പായിക്ക് വേണ്ടി അത് ചെയ്തു തന്നപ്പോൾ. പിന്നെ അച്ചു, ഈ കഥ 2019 കേട്ട ആളാണ് അച്ചു. അന്ന് മാർക്കറ്റ് വില നമുക്ക് ഇത്തിരി കുറവായിരുന്നു. അന്ന് അർജുൻ പറഞ്ഞു ചേട്ടാ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഇന്ന് അവൻ സാറ്റലൈറ്റ് വാല്യുള്ള നടനായി മാറി. അന്ന് തന്ന വാക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ സിനിമ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ബാലു ആയാലും ഗോകുലാണെങ്കിലും ബോബിച്ചേട്ടനാണെങ്കിലും പിന്നെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന കുറേ പുതിയ ആളുകളുണ്ട്. അവരെയൊക്കെ പുറകെ വിളിച്ചോളും. അപ്പം ഒരുപാട് പറയാനൊന്നുമില്ല. ഓഗസ്റ്റ് 1-ാം തീയതി സുമതിയോളം തിയേറ്ററിലെത്താണ്. തീർച്ചയായിട്ടും എനിക്കൊപ്പം നിന്ന എൻ്റെ സുമതിയോളവിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ ഈ ഒരു അവസരം നന്ദി പറയുന്നു. ഒപ്പം ഇത്രയും വരെയൊക്കെ എത്തിച്ച ദൈവത്തിനോടും നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള എൻ്റെ ഒപ്പം സ്ട്രോങ് പില്ലേഴ്സായിട്ട് നിന്ന എൻ്റെ സ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 3 പേരോട് ഞാൻ നന്ദി പറയുകയാണ്. ബിപിനായാലും ആരതി ആയാലും ആനന്ദു ആയാലും ഞാൻ നന്ദി പറയുന്നു. കാരണം പലപ്പോഴും ഞാൻ എഴുതി വെക്കുന്നത് എന്താണെന്ന് പിറ്റേ ദിവസം എനിക്ക് ഓർമ്മ കാണത്തില്ല. പക്ഷെ അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിഷ്ണുവിനെ കൊടുത്തുകൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ആയി. അപ്പം താങ്ക് യു. ഇത്രയും പേര് തിയേറ്ററിലേക്ക് എന്തിനു വരണം എന്നൊരു ചോദ്യം
പലപ്പോഴും ഞാൻ ഈ പല ഇൻ്റർവ്യൂവിലേക്കും ചോദിക്കും എന്തിനു ഈ സിനിമ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു നിങ്ങൾ മാളികപ്പുറം കാണാൻ വന്നപ്പം എനിക്കറിയാം ഒരു പ്രതീക്ഷയുമില്ലാതെ കാണാൻ വന്നൊരു സിനിമയാണ്. ആ സിനിമ കണ്ട് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ വാക്ക് ഞാൻ ഇപ്പം ഇവിടെ പറയുന്നു. മാളികപ്പുറം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സുമതിയോളം ഇഷ്ടപ്പെടും. ആ വാക്ക് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഞാൻ ഈ വേദിയിൽ വെച്ച് തരുവാണ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ്. അല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓഗസ്റ്റ് 1 പടം ഇറങ്ങുകയാണ്. ഇപ്പം ഈ വന്നിരിക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് കണ്ടാൽ മുരളിച്ചേട്ടൻ നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടു. എനിവേ, മാളികപ്പുറത്തിന് ശേഷം ഒരു പടം എന്ന് പറഞ്ഞ് കുറേ ഇൻ്റർവ്യൂസും ചെയ്തിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു സുമതി വളവ്. ഇപ്പോൾ 2019 തൊട്ടിട്ട് തുടങ്ങിയൊരു യാത്രയാണ്. പക്ഷേ ഒറിജിനൽ സുമതി വളവ് എന്നുള്ള കഥയല്ല എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്. സുമതി വളവിൽ നടന്ന ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്ത് അഭിലാഷ് പിള്ള ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഗംഭീരമായിട്ടുള്ള എൻ്റെ ടീം, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഡയറക്ഷൻ ടീമിനോട് ഒരു ഹ്യൂജ് താങ്ക്സ് പറയാണ്. കാരണം 85 ദിവസം കട്ടയ്ക്ക് രാവും പകലുമില്ലാതെ രാത്രി നൈറ്റ് ഷൂട്ട്, അത്രയും ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷൂട്ടിംഗ് സ്കെഡ്യൂളായിരുന്നു. കട്ടയ്ക്ക് കൂടെ നിന്നിന് ഇവിടെ മച്ചന്മാരെ താങ്ക്സ് ടാ അവിടെ ഉണ്ട്. അവരുടെ വിത്ത് ഓഡിയോ പെർമിഷൻ നിങ്ങൾ പെട്ടെന്നൊന്ന് വന്നിട്ട് തല കാണിച്ചൊരു ഹൈ പറഞ്ഞു പോകുന്നത് ഡയറക്ഷൻ ടീമിനൊന്ന് വിളിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നാളെ വരാൻ പോകുന്ന അതെ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ടീമിനെയും ആരതി, ബിബിൻ, നിങ്ങൾ രണ്ടുപേരും ഈ വേദിയിലേക്ക് വരണം. സഞ്ജു അമ്പാടിയും വിനോജി നായർ, പെട്ടെന്ന് വളരെ സമയമില്ല, ഒരുപാട് പരിപാടി. നാളെ ഇവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള ടാലൻസ് ആണ്. ഷിൻഡോ, വിനീത്, അനന്ത് പ്രകാശൻ, സഞ്ജു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ബാച്ചിലേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സുന്ദരിമാർക്ക് എല്ലാവർക്കും ഇവര് ഹായ് പറയുന്നതായിരിക്കും. എല്ലാവരും തിരിച്ചും കൂടെ ഒരു ഹായ് ഒക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ പോണം. ഓക്കെ, താങ്ക് യു. പിന്നെ സുമതി വളവ് എന്ന സിനിമ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഇത് കണ്ടതുപോലെ തന്നെ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം. അപ്പോൾ എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ മാത്രം ഈ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, നമ്മുടെ DOP. പക്ഷെ പകരം ശക്തമായ ഒരു രാക്ഷസനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു PV ശങ്കർ സാർ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, യു പുട്ട് എ വെരി ഹാർട്ട് ആൻഡ് സോൾ ടു മേക്ക് ദിസ് ഫിലിം എ ഫാന്റാസ്റ്റിക് വൺ. ഓഗസ്റ്റ് 1 ആ രാക്ഷസൻ്റെ വിഷ്വൽ മാജിക് എന്താണ് കേരള ജനത കാണുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ രഞ്ജൻ രാജ്, എൻ്റെ മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഈ മ്യൂസിക്കുകൾക്കൊക്കെ ഒരു 90s വൈബ് വേണമെന്നുള്ളത്. സോ അദ്ദേഹത്തിനെ ആ 90s കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരുപക്ഷെ പടം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പാട്ടുകൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കേരള ജനത ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തേനെ. ഇപ്പോൾ ഇറങ്ങിയത് ഒരു റീച്ച് നമ്മൾ പ്രതീക്ഷയെക്കാളും ഒരു കുറവുണ്ട്, ടു ബി ഫ്രാങ്ക്. പക്ഷേ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം ഒരു സെൻസേഷൻ ആവുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പടത്തിൻ്റെ RR കാര്യങ്ങളും എല്ലാം അദ്ദേഹം 90s വൈബ് പിടിച്ചിട്ടില്ല. അത് ഇന്നത്തെ സിനിഫൈലായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് റിയലി പൗണ്ട് ദ ഫിലിം ടോട്ടലി. ഒരുപാട് പുതുമുഖമായിട്ടുള്ള ആക്ടേഴ്സ്, 40ഓളം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ തുടങ്ങിയ പരിപാടി കൊള്ളാവും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല. മുരളിച്ചേട്ട, എ ഹ്യൂജ് ഹഗ് ഫോർ യു. വിശ്വസിച്ച് കൂടെ നിർത്തി 2 വർഷം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. നീ വേദിയിൽ നിൽക്കുന്നു. 7 കോടി പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ അടുത്ത് തുടങ്ങിയത്. ഇന്നിപ്പോൾ പടത്തിന് ഏകദേശം കണക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗോപാലൻ സാർ, അദ്ദേഹം വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് സാർ, യു ആർ എ ബിഗ് ഫിഷ്. നമ്മളെ
എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. ഇതിനെ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. താങ്ക് യു എവരിവൺ. ഓഗസ്റ്റ് 1 പടം ഇറങ്ങുന്നുണ്ട്. ഫാമിലി ആയിട്ട് കുടുംബത്തോടെ പോയി കാണാൻ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ, മുത്തശ്ശിമാർ, കുട്ടികൾ ഇവരോടൊപ്പം കൂടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രേതപ്പടം തന്നെയാണ്. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹം മേടിക്കുന്നു. താങ്ക് യു. And yes, Roshan, please. നമ്മുടെ മാസ് ടി വി രഞ്ജിൻ രാജ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ബോബി ചേട്ടനായിരിക്കും. അർജുൻ്റെ ശബ്ദമില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്തു. അതിനെക്കാട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും യൂട്യൂബിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ 3 പാട്ടുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 പാട്ടുകളാണ് ഇതുവരെ ഇറങ്ങിയത്. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് മിക്കവാറും സിനിമയുടെ റിലീസിന് തലേ ദിവസം ആയിരിക്കും. ഞാനതിനായിട്ട് വെയിറ്റ് ചെയ്യണം. എനിക്കെന്താ പറയാ, അഭി പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ കൂടെ എൻ്റെ 6ാമത്തെ സിനിമയാണ് അഭിലാഷിൻ്റെ കൂടെ, സുമതി വളവ്. അതായത് അഭിയുടെ കടാവർ തൊട്ട് സുമതി വളവ് വരെ മ്യൂസിക് ചെയ്തത് ഞാനാണ്. എല്ലാ പടത്തിനും നമുക്ക് മ്യൂസിക്കിന് വേണ്ട റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പാട്ടുകൾക്കാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണെങ്കിലും ഒക്കെ അതിൻ്റേതായ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ സിനിമ. ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു സ്പെഷ്യലാണ്, കാരണം അഭി എന്നോട് പറയുന്ന ആദ്യ കഥ സുമതി വളവാണ്. കടാവർ സമയത്ത് 2019 ആദ്യം പറയുന്ന സിനിമ സുമതി വളവാണ്. ആ സിനിമ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ 2025 എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. അന്ന് അഭി പറഞ്ഞതിനേക്കാളും എത്രയോ മുകളിലാണ് ഇപ്പോൾ ആ സിനിമയുടെ ഒരു തലം എന്ന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ ഇതൊരു പ്രേത സിനിമ മാത്രമല്ല, ഡെഫിനറ്റ്ലി പ്രേതവും യക്ഷയൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും അതിൽ പ്രണയവും ഫ്രണ്ട്ഷിപ്പും തമാശകളും ഒക്കെ നിറഞ്ഞ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലേമൻ എന്ന നിലയിൽ ഞാൻ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ചേരുവകളുള്ള ഒരു സിനിമ. കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് സുമതി. അഭിലാഷിനോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല, വിഷ്ണുവിനോടും മുരളീചേട്ടനോട് നന്ദി പറയണം. കാരണം വളരെ സ്ട്രോങ് പില്ലറായിട്ട് നമ്മുടെ കൂടെ മുരളീചേട്ടൻ ഫസ്റ്റ് തൊട്ടുണ്ട്. മുരളീചേട്ടൻ വലിയൊരു സംഗീത ആസ്വാദകനാണ് എന്നുള്ളത് ഞാൻ മുരളീചേട്ടനോട് പറയാറുണ്ട്. എപ്പോഴും ഡയറക്ടർ മാത്രമല്ല മ്യൂസിക് സയൻസ് ഉണ്ടാവേണ്ടത്, പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാവണം. അത് മുരളീചേട്ടന് ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് പാടുന്നൊരു വ്യക്തി കൂടെയാണ്. അപ്പോൾ മുരളീചേട്ടൻ്റെ ഇൻപുട്ടും അല്ലെങ്കിൽ മുരളീചേട്ടൻ്റെ ചില ജഡ്ജ്മെൻറ്റുകളും മ്യൂസിക്കിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മുരളീചേട്ടൻ വെരി താങ്ക്ഫുൾ ടു യു. അതുപോലെ തന്നെ ഗോകുലം സാറിനും കൃഷ്ണമൂർത്തി ചേട്ടനും ഗോകുലം മൂവീസ് കമ്പനി എല്ലാവരോടും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതി സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഓക്കെ, താങ്ക് യു. ഗോപി ചേട്ടൻ, അച്ചു, എല്ലാവരും, ബാലു, എല്ലാവരും, ആരും എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഗംഭീര പെർഫോമൻസ് ആണ്. അവർ എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾ വന്ന് കാണും. Alright, thank you so much. അപ്പോൾ ഈ ഒരു സിനിമയുടെ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ പെർഫെക്റ്റ് എന്റർടൈനർ, ഫുൾ ഫാമിലി എന്റർടൈനർ ആണ്. അതായത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. ഓഗസ്റ്റ് 1 വേണ്ടി കാത്തിരിക്കുകയാണ്. All the very best to the trio. You may now kindly take back your seats. Thank you so much.